പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ പ്രത്യേക ചാനലിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഇളയവന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇളയവന് ഒരവസരം കൂടെ ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. കാലം അതിൻ്റെ അവസാന നാളുകളോടടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. ഓരോ ദിനങ്ങൾ നമ്മെ വിട്ട് കടന്നു പോകും തോറും നമ്മുടെ കർത്താവ് നമ്മോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയണം. ഏത് നേരത്തും അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ലോകം മുഴുവനും വ്യാജ ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും ഞങ്ങളാണ് യഥാർത്ഥ സത്യം സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ എല്ലാം പ്രവർത്തനം തെറ്റാണ് എന്ന് വരുത്തി തീർക്കുവാൻ വളരെയധികം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതാണ് സത്യം എന്നറിയുവാൻ കഴിയാതെ ജനം വളരെ ആശയക്കുഴപ്പത്തിലാണ്. എല്ലാവരും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ പലതും ദൈവവചന സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. സ്തോത്രം. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിലാണ് അതിൻ്റെ അവതാരകർ അത് അവതരിപ്പിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് സാത്താനാൽ ഒരുക്കപ്പെടുന്ന ഒരു തന്ത്രമാണ് എന്നും നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം വേദപുസ്തകം പഠിക്കുവാൻ. സത്യവചനം എന്ത് സംസാരിക്കുന്നു എന്നതാണ് ഏതൊരു പഠിതാവിനും ഏറ്റവും അതികാമ്യമായിട്ടുള്ളത്. സത്യവചനത്തെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ കഴിയാതെ പോയാൽ അബദ്ധജടിലങ്ങളാകുന്ന വിവിധ വ്യാജ ഉപദേശങ്ങളെ ആശ്രയിച്ച് കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നാം അകപ്പെടുവാൻ ഇടയായിത്തീരും എന്നുള്ള വസ്തുതയും കൂടെ നാം ഈ സമയം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാഥൻ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നമ്മെ തന്നെ കൂടുതൽ ക്രമീകരിച്ച് വിശ്വാസത്തിലും വിശുദ്ധിയിലും നിർമ്മലതയിലും നമ്മുടെ പ്രിയനെ എതിരേൽക്കുവാൻ നാം ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ പ്രയത്നം വളരെ വ്യർത്ഥമായി തീരുകയും നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ ഒടുവിൽ നാം നിരാശരായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വരാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധയോടെ വചനം സംസാരിക്കുകയും വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ സ്തോത്രം വളരെ വേദനാജനകമാകുന്ന അനുഭവം
കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വചനം പഠിക്കുന്ന ഓരോ വ്യക്തിയും സംസാരിക്കപ്പെടുന്നതായ വ്യക്തിയുടെ പ്രഭാഷണം കേൾക്കുക എന്നുള്ളതല്ല, അത് കേട്ടിട്ട് അതങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനവുമായിട്ട് നമ്മെ ശോധന ചെയ്യണം. എങ്കിൽ മാത്രമേ തിരുവചനത്തിൻ്റെ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് ഈ വൈകിയ സമയത്ത് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയമാണ്. അതിൻ്റെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില സന്ദർഭങ്ങളിലൊക്കെ സംസാരിച്ച വിഷയഭാഗങ്ങളെ അത് കേട്ടവരായ ചില വ്യക്തികൾ ഇളയവനെ വിളിക്കുകയും ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും അതിന് ഇളയവന് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം അതിന് മറുപടി പറയുകയും അത് സമ്മതിക്കുകയും ചെയ്തതായിട്ട് വളരെ സന്തോഷമേറിയ ഒരു കാര്യം സ്തോത്രം അനുഭവിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ച് ജനത്തെ വഷളാക്കി കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുവാനല്ല, ദൈവരാജ്യത്തിന് പങ്കാളികളായി തീരുവാൻ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ പടുത്തുയർത്തണം, നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണെന്നുള്ള വസ്തുത തിരിച്ചറിയുവാൻ വേണ്ടി ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്ന് പകൽക്കാലം ദൈവവചനം സംസാരിക്കുവാൻ ഇളയവൻ അവസരം തന്ന JCNDST എന്ന ഈ ഗ്രൂപ്പിൻ്റെ ബഹുമാന്യ അഡ്മിന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. തിരുവചന സത്യം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്തോത്രം, നമ്മുടെ കർത്താവ് സാക്ഷാൽ യഥാർത്ഥ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടും അത് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ വിശ്വസിച്ചുകൊണ്ടും ദൈവവചനം പഠിച്ചാൽ മാത്രമേ യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വസ്തുതകൾ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ മറ്റു പലരും പറയുന്നതായ വാക്കുകളെ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. അത് വരാതിരിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരും ശ്രമിക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടെ വചനത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കർത്താവിൻ്റെ ദാസൻ ഇത്
സംസാരിക്കുവാനിടയായി തീർന്നു. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ആത്മദൃഷ്ടിയാൽ കാണുകയും അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്: ഏതാത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുത്, എന്നാൽ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളും വചനം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യണം. ദൈവാത്മാവിനെ വ്യക്തമായിട്ട് തിരിച്ചറിയണം. വ്യാജാത്മാവിനെയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം, നമ്മുടെ വിശ്വാസ ജീവിതം പരാജയ ജീവിതമായി തീരുവാനിടയാകും എന്നുള്ളതിന് തർക്കമില്ല. സ്തോത്രം, ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, സ്തോത്രം, ലോകത്തിലേക്ക് അനേകം കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ വ്യാജാത്മാവ് ലോകത്തിൽ പ്രചരിച്ചു തുടങ്ങി, വ്യാപരിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് എന്നവിടെ കാണുവാൻ കഴിയുന്നു. ദൈവാത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നതിനുള്ളതായ ഏക മാർഗം ഇതാണ്: യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു യഥാർത്ഥ ദൈവം ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുകയും യേശുവിനെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുന്നവനൊക്കെ ദൈവത്തിൽ നിന്നുള്ളവനാണ്. യേശുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളവയല്ല എന്ന് ഈ വചനഭാഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ യേശു യഥാർത്ഥമായി ദൈവമാണ്. അത് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളവയല്ല. അത് സ്തോത്രം വ്യാജാത്മാവാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നീട് അതിൻ്റെ മൂന്നാമത്തെ വാക്യഭാഗം എങ്ങനെയാണ് നാം വായിക്കുന്നത്: യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും പിതാവായ ദൈവവും ആണ് എന്ന കാര്യം നാം വിശ്വസിക്കണം. യഥാർത്ഥ ദൈവം തന്നെയാണ് സർവത്തിൻ്റെയും പിതാവ്. അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളവയല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അനേക പ്രിയപ്പെട്ടവരിലൂടെ വ്യാപരിച്ചുകൊണ്ട് യേശു ദൈവമല്ല എന്നും ദൈവത്വത്തിൽ ഒന്നിലധികം ആളത്വം അടങ്ങിയിരിക്കുന്നു എന്നും, സ്തോത്രം, ദൈവത്വത്തിൽ 3 വ്യക്തികളുണ്ട് എന്നും, ഇങ്ങനെ വിവിധമാകുന്ന തരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്നവരായി വിവിധ നിലകളിലുള്ളതായ വ്യാജ സന്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംസാരിക്കപ്പെടുന്നവരല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട് എന്ന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം ഒരുവനേ ഉള്ളൂ. സ്തോത്രം. അല്ലാതെ ഒന്നിലധികം ദൈവങ്ങളില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ദൈവങ്ങളില്ല. ഒരേ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ വെളിപ്പാടുകളെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം സകല സൃഷ്ടികളുടെയും പിതാവാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്ന സ്തോത്രം സർവശക്തനായ ദൈവമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവൻ തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തതായ തൻ്റെ മക്കളെ ഈ ലോകത്തിൽ അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് പരിപാലനം നൽകുകയും അവരിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് യോഗ്യമായ ജീവിതത്തിന് അവരെ ഒരുക്കിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സ്തോത്രം പരിശുദ്ധാത്മാവായി ഈ അന്ത്യനാളുകളിൽ അഥവാ ഈ കൃപായുഗത്തിൽ സ്തോത്രം ലോകത്തിൽ തൻ്റെ മക്കളിൽ വാഴുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാവരിലും വാഴുന്നു എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെ സകല മതസ്ഥരും സകല ജാതികളും സകല സ്തോത്രം സഭകളും സംഘടനകളെല്ലാം ദൈവരാജ്യത്തിൽ പോകും എന്ന് പ്രസ്താവിക്കുന്ന ചില സ്തോത്രം സന്ദേശകന്മാരുണ്ട്. ആ ആത്മാവ് ഏതാണെന്നുള്ളത് സ്തോത്രം ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് പറയുവാൻ ധൈര്യപ്പെടുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനല്ലാതെ സ്തോത്രം മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കാരണം ഏത് വിധത്തിലും മനുഷ്യനെ നശിപ്പിച്ചു കളയുക, തകർത്ത് കളയുക, ഇല്ലായ്മ ചെയ്യുക, ദൈവരാജ്യത്തിന് വെളിയിലാക്കുക എന്നുള്ളത് മാത്രമാണ് ശത്രുവാകുന്ന പിശാചിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് പ്രചാരകന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ശത്രുവാകുന്നവൻ ഇറക്കി വിട്ടിട്ടുണ്ട്. അവൻ സ്തോത്രം ശത്രുവിന്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിൽ വന്നിട്ടുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. സ്തോത്രം. ദൈവാത്മാവിനെ തിരിച്ചറിയുവാനുള്ള ഏക മാർഗം സ്തോത്രം യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് എന്ന് വിശുദ്ധ പത്രോസ് സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവോടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശു യഥാർത്ഥത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടുള്ളതായി തിരുവചനത്തിൽ 3 ഇടങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നു. യേശു ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്തിരിക്കുന്ന 3 ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യഭാഗം സ്തോത്രം കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് സംസാരിച്ച ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്കാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം കർത്താവ് പിതാവിനെ വിളിച്ചു എന്ന് പറയുന്നതായ ഒരു ഭാഗമാണിത്. സ്തോത്രം. കാൽവറി ക്രൂശിൽ അണിയടിക്കപ്പെട്ടവനായി കിടക്കുന്നത് യഥാർത്ഥമായി ദൈവമല്ല. അവന്റെ മനുഷ്യത്വമാണ് ക്രൂശിൽ കിടക്കുന്നത്. അവന്റെ മനുഷ്യത്വം അവന്റെ ദൈവത്വത്തോടാണ് സംസാരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
സ്തോത്രം. ദൈവം ഒരിക്കലും മരിച്ചിട്ടില്ല, ദൈവത്തിന് മരിക്കുവാനും ജനിക്കുവാനും കഴിയുന്നവനല്ല എന്നും വളരെ വ്യക്തമാണ്. എന്നാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നതുകൊണ്ട് അവന്റെ മനുഷ്യത്വമാണ് ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി മനുഷ്യനായി വേഷമെടുത്ത് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അവന്റെ മനുഷ്യത്വമാണ് കാൽവറിയിൽ യാഗമായി തീരുവാനും ഇടയായി തീർന്നത്. സ്തോത്രം. അവന്റെ മനുഷ്യത്വമാണ് അവന്റെ ദൈവത്വത്തോട് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും കഴിയുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. തൃത്വം തെളിയിക്കുവാനായിട്ട് ഈ വാക്യങ്ങൾ ചിലർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇത് തൃത്വം തെളിയിക്കുവാനുള്ളതായ വാക്യമൊന്നുമല്ല. ഏക സത്യദൈവമായ നിന്നെ അറിയുന്നത് പോലെ തന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നീ ഏക സത്യദൈവമാണെന്നും മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത് സത്യദൈവമാണെന്നും വിശ്വസിക്കുവാൻ കഴിയുന്നവർക്ക് അത് നിത്യജീവനായി തീരും. ഇല്ല എങ്കിൽ ജീവനെ കാണുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, യേശു അവളോട്, എന്നെ തുടരരുത്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഇത് മഗ്ദലനക്കാരത്തി മറിയയോട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അതേ പ്രഭാതത്തിൽ മറിയ കല്ലറയുടെ അടുക്കൽ കടന്നു എന്ന് യേശുവിനെ കാണുകയും യേശുവിനെ തൊടുവാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ യേശു അവളോട് പറഞ്ഞ കാര്യമാണ്, എന്നെ തുടരുത്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ ഇതുവരെ കയറി പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം ദൈവത്വത്തോട് അവൻ്റെ മനുഷ്യത്വം സംസാരിക്കുകയാണ്. സ്തോത്രം എന്ന് നാം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ വാസ്തവമായും ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിന് ഈ വിധത്തിൽ രണ്ട് സ്തോത്രം അവസ്ഥകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത് രണ്ട് ദൈവത്തെയോ രണ്ട് വ്യക്തികളെയോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. തൻ്റെ സമ്പൂർണമായ മനുഷ്യത്വം, തൻ്റെ പൂർണ്ണമായ ദൈവത്വത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ തൻ്റെ ദൈവത്വത്തോട് ബന്ധപ്പെടുത്തി പിതാവ് എന്ന അനേകം സന്ദർഭങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ തൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ പിതാവ് എന്ന അനേകം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് തിരുവചനം പഠിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, ദൈവാലയത്തിൽ വെച്ചുണ്ടായതായ ഒരു അനുഭവം
പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ഇത് പിതാവിൻ്റെ ആലയമാണ്, ഇവിടെ കച്ചവട സ്ഥലമാക്കരുത്. നിങ്ങൾ കച്ചവടം ചെയ്യുവാനായിട്ട് കൊണ്ടുവന്ന സകല സാധനങ്ങളും ഇവിടുന്ന് മാറ്റുവിൻ എന്ന് കർത്താവ് അവരോട് ആജ്ഞാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സ്തോത്രം. അവരുടെ മേശകളും മറ്റും അവൻ തള്ളിക്കളഞ്ഞിട്ട് ചാട്ടവാറ് കൊണ്ട് അവരെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് സ്തോത്രം വ്യാപാരശാലയാക്കരുത് എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 56-ാമത്തെ അധ്യായം 76-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് അവിടെ പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, കർത്താവായ യേശു ക്രിസ്തു ശമരിയ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കിതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് നമസ്കരിക്കേണ്ടത്. ശമരിയ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു പോന്നു. യഹൂദന്മാർ പറയുന്നു യെരുശലേമിലാണ് ആരാധിക്കേണ്ടതെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ആ നാഴിക വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ അത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപാകെ നമസ്കരിക്കുവാൻ അഥവാ ആരാധനയ്ക്ക് യോഗ്യനായവൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. അവനാണ് നിങ്ങളുടെ പിതാവ് അഥവാ സകലത്തിൻ്റെയും പിതാവ് എന്ന ആശയത്തിലാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും തന്നെ ആരാധിക്കണമെന്ന് ദൈവം അഥവാ പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കൊരിന്തിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രം നമുക്കുണ്ട്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് ആത്മാവാണ്. അവനെയാണ് ആരാധിക്കേണ്ടത്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പ്രിയമുള്ള ദൈവമക്കളെ, തെറ്റായ വിധത്തിലുള്ളതായ പഠിപ്പിക്കലുകൾ ലോകത്തിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ പല കഷണങ്ങളാക്കി പല നിലകളിൽ പല വ്യക്തിത്വങ്ങളോട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കുവാൻ ധാരാളം ആളുകൾ ശ്രമിക്കുന്നു. അതൊക്കെയും തിരുവചനം നമ്മോട് സംസാരിച്ച പ്രകാരം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അതിന് തയ്യാറാകുന്നത്. കാരണം ഒരു വ്യക്തി പോലും ദൈവരാജ്യത്തിൽ എത്തിച്ചേരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് പിശാച്. അവൻ്റെ തന്ത്രങ്ങളിൽ ഒരു തന്ത്രമാണ് ദൈവത്വത്തെ നിഷേധിക്കുക എന്നുള്ളത്. സത്യത്തിൽ അവനറിയാം ഇതാരാണെന്ന്. യേശുക്രിസ്തു ആരാണെന്ന് അവനറിയാം. സ്തോത്രം. അവനൊരിക്കൽ സ്തോത്രം താൻ കടന്നു പോകുമ്പോൾ ഒരു ഭൂതബാധിതനായ ഒരു വ്യക്തി കല്ലറകളിൽ മാത്രം പാർക്കുകയാണ്. ഭവനത്തിൽ കടന്നു പോകാതെയും വസ്ത്രം ധരിക്കാതെയും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പലപ്പോഴും ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും തന്നെത്താൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് രക്തമൊലിപ്പിക്കുകയൊക്കെയും ചെയ്യുന്ന ധാരാളം ആളുകൾക്ക് ഭയം വിതയ്ക്കുന്ന തരത്തിലുള്ളതായ ഒരു വ്യക്തി കല്ലറയിൽ നിന്നും ഓടി വന്ന് അവൻ്റെ കാൽക്കൽ കുമ്പിടുന്നതായിട്ട്, അവനെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവൻ ഓടി വന്നിട്ട് സ്തോത്രം, മനുഷ്യപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. അവൻ്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നവൻ ആരാണ് എന്ന് ആ ദുരാത്മാവിനറിയാം. സ്തോത്രം. ലോകത്തെ മുഴുവനും ന്യായം വിധിക്കുന്ന ന്യായാധിപതിയാണ് മനുഷ്യവേഷത്തിൽ അവൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് അവനറിയാം. സ്തോത്രം. എന്നാൽ കർത്താവ് അവനിലുള്ളതായ പിശാചിനെ ശാസിച്ച് അവന് സൗഖ്യമുള്ളവനായി സുബോധമുള്ളവനായി തീർന്നു. എന്നാൽ യേശുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം മറ്റുള്ളവരോട് തൽക്കാലം പറയരുത് എന്ന് കർത്താവ് വിലക്കുകയും ചെയ്തു. കാരണം ഉണ്ട്, അങ്ങനെ ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശങ്ങൾ, ചില തടസ്സങ്ങൾ നേരിടുവാൻ ഇടയായിത്തീരുമെന്ന് കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് താൻ ആരാണെന്ന്, താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തരുത് എന്ന് സ്തോത്രം സംസാരിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ലോകം യഥാർത്ഥത്തിൽ അറിയേണ്ടുന്നത് പോലെ അറിഞ്ഞിരുന്നു എങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, നമ്മുടെ കർത്താവിനെ ഈ ലോകം ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് വന്നവനാണ്. അതുകൊണ്ട് സ്തോത്രം, തൽക്കാലം അവനെക്കുറിച്ചുള്ളതായ വസ്തുത ലോകം അറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗമാണ്. മുമ്പേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചതാണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് ആത്മാവാണ്. സ്തോത്രം. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. അവനെ നമസ്കരിക്കുന്നവർ, സത്യനമസ്കാരികൾ, പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പിതാവ് ആത്മാവാകുന്നു, ആത്മാവ് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമേ നമുക്കുള്ളൂ എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന ഏക കർത്താവ് ആത്മാവാകുന്നു.
അവൻ സകലത്തെയും സൃഷ്ടിച്ച പിതാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ അവന്റെ ആത്മാവിൽ അവനെ ആരാധിക്കണം. സ്തോത്രം. അവന്റെ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള ആരാധനകളൊന്നും ദൈവം സ്വീകരിക്കത്തില്ല എന്നും മനസ്സിലാക്കിക്കൊള്ളണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം അതിന്റെ 34, 35, 36 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പോ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നവനാണ്. എൻ്റെ പിതാവിനിൽ വസിച്ചുകൊണ്ട് ഞാൻ അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു, അവന്റെ ഇഷ്ടം സംസാരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ. പിതാവിന്റെ ഇഷ്ടമാണ് കർത്താവ് സംസാരിച്ചത്. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. തൻ്റെ ആത്മാവിനെ തന്നിൽ താൻ അയക്കപ്പെടുന്നതായ വ്യക്തികൾക്ക് സ്തോത്രം അളവ് കൂടാതെ നൽകുമെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമ്മളവിടെ വായിക്കുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ സ്തോത്രം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പുത്രനിൽ വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ പുത്രനായിട്ട് ലോകത്തിലേക്ക് വന്നത് സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കണം. വിശ്വാസം ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിങ്കലുള്ളതായ വിശ്വാസമാണ്. അത് യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ, വിശ്വസിക്കുവാനും അവനെ അനുസരിക്കുവാനും കഴിയുന്നു എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്തവൻ, യേശുക്രിസ്തു യഥാർത്ഥമായി സകലത്തെയും സൃഷ്ടിച്ച പിതാവാണെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്തവൻ ആരായിരുന്നാലും നിത്യജീവനെ അവൻ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. പലരും പറയും, ഇവിടുത്തെ സകല സഭക്കാരും സ്വർഗത്തിൽ പോകും, സകല ജാതികളും സ്വർഗത്തിൽ പോകുമെന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇപ്പോൾ പുതുതായിട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. ആയിക്കൊള്ളട്ടെ, അങ്ങനെ കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുമെങ്കിൽ കൊണ്ടുപോകട്ടെ. എന്നാൽ തിരുവചനത്തിന്റെ സത്യം എന്താണ് പറയുന്നത്, അത് മാത്രമേ നടക്കൂ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. സ്തോത്രം. തിരുവചന സത്യം അനുസരിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം അനുഭവിക്കാതെ ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി അറിയേണ്ടും പോലെ അറിയുക, നാം സേവിക്കുന്നവനായ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അവന്റെ പാത പിന്തുടരുവാനും കഴിയുന്നു എങ്കിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരുത്തനും ജീവനെ കാണുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, അവനല്ലാതെ വേറൊരു പിതാവില്ല, അവനല്ലാതെ മറ്റൊരു പുത്രനില്ല, അവനല്ലാതെ പരിശുദ്ധാത്മാവുമില്ല. ഇതെല്ലാം
യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു, അഥവാ സർവശക്തനായ ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി ഈ സമയം അനുവദിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. ഇളയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ടൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് വൈകിയ സമയത്തും നിന്റെ വചനത്തിൽ നിന്നും ചില സത്യങ്ങൾ സംസാരിക്കുവാൻ ഇളയവന് ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, സ്വതന്ത്രം യാതൊരു കാരണവശാലും ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ സത്യം മനസ്സിലാക്കിയ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. അതിൻ്റെ അഡ്മിന്മാരെയും അതിൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാരെയും വചനം സംസാരിക്കുന്നവരെയും കേൾവിക്കാരെ എല്ലാവരെയും നീ അനുഗ്രഹിച്ചാട്ട്. ഇളയവനെ നീ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വം പനിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.